ചിക്കൻ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ 1/4 കിലോ എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് അത് നികക്കെ വെള്ളമൊഴിച്ച് കുറച്ച് നേരം തിളപ്പിക്കണം. അതൊന്ന് വേകുന്നത് വരെ തിളപ്പിക്കണം. ഒത്തിരി വെന്ത് പൊടിഞ്ഞു പോകണ്ട, ഇത് പിന്നീട് നമുക്ക് വറുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ആ ചിക്കൻ ഒന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. ചെറുതായി മുറിച്ച് വയ്ക്കാം. ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. അത് മാറ്റി വയ്ക്കണം. നൂഡിൽസ് ഒരു 350 ഗ്രാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ചെറുതായി പൊടിച്ചു വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് തിളപ്പിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ നൂഡിൽസ് അതിനകത്തേക്കിട്ട് ഒരു 5-8 മിനിറ്റ് വരേക്കും തിളപ്പിക്കാം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകണ്ട. ഒരു ഓൾമോസ്റ്റ് കുക്കാകുമ്പോൾ നമുക്കത് നിർത്താം. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് അരിപ്പയിലിട്ട് വെള്ളം വാർത്ത് കളയാം. അതിലേക്ക് വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ച് ആ ചൂടൊന്ന് മാറ്റി ഒരു 2 പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് ഈ നൂഡിൽസ് കഴുകിയെടുക്കാം. അതിൻ്റെ ചൂട് പോകണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് കട്ടയായിട്ടിരിക്കും. അതിലെ വെള്ളം വാർന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനിടയിൽ ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് അതിനകത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ
ആവശ്യത്തിന് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചിക്കൻ വാങ്ങി വയ്ക്കാം. എണ്ണയൊന്ന് ഊറ്റിയിട്ട് വാങ്ങി വെച്ചാൽ മതി. ആ പാത്രത്തിലേക്ക് അല്പം എണ്ണ കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ് കുറച്ച് നീളത്തിൽ തന്നെ അരിയാം. അതിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 കപ്പ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായി വഴന്നു പോകണ്ട, ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട, ഒരുവിധം ഒന്ന് വെന്താൽ മതി, ചെറുതായി ഒന്ന് വെന്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ വേവിച്ച വെള്ളവും അല്പം വെള്ളം കൂടി വേറെ വേണമെങ്കിൽ ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ഒരു നനവിരുന്നോട്ടെ, അതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ല എങ്കിൽ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്താലും മതി. ഇത് നന്നായി ഒന്ന് വഴറ്റി ഒരു വെള്ളമയം ഉള്ളപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെജിറ്റബിൾ എല്ലാം നൂഡിൽസിൻ്റെ ഇടയിലെല്ലാം ആയതിനു ശേഷം നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നതും ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. ഇത് ടൊമാറ്റോ സോസ്, ചില്ലി സോസൊക്കെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ല ഒരു ഫുഡാണ്. വെജിറ്റബിൾസൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തതും കൊണ്ട് നല്ല എനർജറ്റിക്കാണ്. നമ്മുടെ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.